കൂടുതലുണ്ടെങ്കിലേ ഉള്ളു. അൽഫാന ഒരു വെറൈറ്റി ആണല്ലോ. ഞാൻ അൽഫാന. ഇത് സർല ചേച്ചിയാണ് ഇവിടെ വെട്ടുന്നത്. തോട്ടണ്ടി കമ്പനിയിൽ നിന്ന് നമ്മൾ വറുത്തോണ്ട് വന്ന് ഇത് തോട് കളയുക. തല്ലുകൊണ്ട് പിന്നെ ഇങ്ങനെ മെഷീനിൽ വെട്ടും. പിന്നെ അവിടെ തല്ല് ചെയ്യുന്നത്, അങ്ങനെ തോട് കളയാം. അത് മെഷീനിൽ ചെയ്യുന്നത്. പിന്നെ തോട് കളഞ്ഞ പരിപ്പ് ബോർമ ചെയ്ത് ചൂടാക്കിയിട്ട് തൊലി കളയും. അതാ അവിടെ പീലിംഗ് എന്ന് പറയും. ഇത് പീലിംഗ് ചെയ്യുന്നത്. പിന്നെ പീലിംഗ് ചെയ്ത പരിപ്പ് നമ്മൾ ഓരോ വലിപ്പ വ്യത്യാസം അനുസരിച്ച് ഗ്രേഡ് ചെയ്യും. ആണ്ടേ, ഓരോ വലിപ്പത്തിനും ഓരോ ഗ്രേഡ് നെയിമുണ്ട്. ഇത് W240, ഇത് W320, ഇത് അതിൻ്റെ ചുമന്ന പരിപ്പ്. ചിലത് ചുമന്ന കളറായിരിക്കും. പിന്നെ ഇത് ഏറ്റവും ചെറിയ സൈസ് W450. ഇതാ ഏറ്റവും വലിയ സൈസ് വരുന്നത് W180 എന്ന് പറയും. ഇത് അര കിലോ 580. 1 കിലോ വരുന്നത്. ഇത് അര കിലോ ഉണ്ട്. കൂടുതലുണ്ടെങ്കിലേ ഉള്ളു. നമ്മുടെ കമ്പനി ഇപ്പോൾ വരുന്നത് കേരളവരത്താണ്. പാക്കിംഗ് സെൻറ്ററാണ് കേരളവരത്ത്. ഡൽഹിയിലൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുന്നിടത്തോട്ട് നമ്മൾ ചെയ്യും. വെറൈറ്റി അല്ലേ? അൽഫാന ഒരു വെറൈറ്റി ആണല്ലോ. ഞാൻ അൽഫാന. ഞാൻ കോളേജിലാണ്, ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജി, BCom 3rd ഇയർ. ഞങ്ങൾ ഇവിടെ വന്നപ്പം ഈ ആശ്രാമം മൈതാനിയിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അൽഫാനയെ പരിചയപ്പെടാൻ. അൽഫാനയുടെ പേരിൽ അൽഫാനയുടെ ബാപ്പ ഒരു കശുവണ്ടി ഫാക്ടറി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ കശുവണ്ടി ഫാക്ടറിയുടെ ഒരു ഔട്ട്ലെറ്റാണ് ഈ ആശ്രാമം മൈതാനിയിൽ വരുന്ന ആളുകൾക്ക് കശുവണ്ടി എങ്ങനെ അണ്ടിപ്പരിപ്പായി മാറുന്നു, പ്രത്യേകമായി ഗ്രേഡ് ചെയ്യുന്നത്, അത് വേർതിരിക്കുന്നതെല്ലാം പ്രത്യേകമായി പറയേണ്ട. അൽഫാന വളരെ സമർത്ഥമായി അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അൽഫാനയുടെ പേരിലാണ് ഈ കശുവണ്ടി ഫാക്ടറി തുടങ്ങിയിരിക്കുന്നതെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ലോകം മുഴുവൻ അൽഫാന കശുവണ്ടി ഫാക്ടറി തുടങ്ങുക.